Good morning, students. അടുത്ത പ്രോബ്ലം ഇതാണ്. ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ 1 to 2 x plus 5 dy dx. x plus 5 എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു y യും വിത്ത് റെസ്പെക്ട് x ഉം വെച്ച് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു f ഈസ് ഈക്വൽ ടു x plus 5 എന്നാണ് ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷനോട് ചേർന്ന് എടുക്കുന്ന ആരാണ്? dy ആണ്, y ആണ്. അപ്പോൾ y യുടെ ലോവർ ലിമിറ്റ് എന്താണ്? y യുടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 1 to 2. ലോവർ ലിമിറ്റ് 1, അപ്പർ ലിമിറ്റ് 2. x ന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0, അപ്പർ ലിമിറ്റ് എന്താണ്? 1. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കിയേ. ഇന്റഗ്രൽ 0 to 1 x plus 5-നെ y വെച്ച് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആരാണ് കോൺസ്റ്റന്റ്? x കോൺസ്റ്റന്റ് ആണ് അല്ലേ? y ഒഴിച്ച് ബാക്കി എല്ലാ വേരിയബിൾസും എല്ലാം കോൺസ്റ്റന്റ് ആണ്. ഇവിടെ x കോൺസ്റ്റന്റ് ആണ്. അപ്പൊ x നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? x into y. കാരണം എന്താണ്? ഇന്റഗ്രൽ ഓഫ് k dx എന്ന് പറയുന്നത് എന്താണ്? kx എന്നാണ്. kx. അപ്പോ x നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x into y. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് x into y പ്ലസ് 5 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? 5y. Then ലോവർ ലിമിറ്റ് എന്താണ്? 1, അപ്പർ ലിമിറ്റ് എന്താണ്? 2. ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കാൻ നമുക്ക് ആർക്കാണ് കൊടുക്കേണ്ടത്? y ക്കാണ് കൊടുക്കേണ്ടത്. y യുടെ ലോവർ ലിമിറ്റ് എന്താണ്? 1, അപ്പർ ലിമിറ്റ് 2 ആണ്. അപ്പൊ നമുക്ക് ലിമിറ്റ് കൊടുക്കാം. y ക്ക് 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 2x പ്ലസ് y ക്ക് 2 കൊടുക്കുമ്പോൾ 10, 2x plus 10. ഇതാണ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ലോവർ ലിമിറ്റ് കൊടുത്തു നോക്കാം. നമ്മൾ y ക്ക് 1 കൊടുക്കുമ്പോൾ x വരും, y ക്ക് 1 കൊടുക്കുമ്പോൾ 5 വരും. അപ്പൊ നോക്കാം. ഇന്റഗ്രൽ 0 to 1 2x ൽ നിന്ന് x കുറച്ചാൽ x കിട്ടും. 10 ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. x plus 5 dx എന്ന് കിട്ടും. ഇനി x plus 5 നെ നമ്മൾ എന്ത് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം? x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താന്ന് നോക്കിയേ. x²/2 പ്ലസ് 5x/2. ലോവർ ലിമിറ്റ് ഏതാണ്? 0, അപ്പർ ലിമിറ്റ് ഏതാണ്? 1. ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1/2 പ്ലസ് 5/2. x ന് 1 കൊടുക്കുമ്പോൾ 1/2, ഇവിടെ x ന് 1 കൊടുക്കുമ്പോൾ 5/2. 5 6 6/2. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 3 എന്ന ആൻസർ കിട്ടും. ആൻസർ 3. ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കട്ടോ. കറക്റ്റ് ആണ്, എല്ലാവരും എഴുതിയെടുക്കും.